കീഴൂർ 1659 നമ്പർ SNDP ശാഖ ഗുരുദേവ ക്ഷേത്രത്തിലെ ഗുരുദേവ പഞ്ചലോഹ പ്രതിഷ്ഠയുടെ മൂന്നാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഏപ്രിൽ 22, 23 തീയതികളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പൂത്തോട്ട ലാലൻ തന്ത്രി, ക്ഷേത്രം മേൽശാന്തി വൈക്കം വിനീഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 6-ന് നട തുറപ്പ്, 6:30-ന് ഗണപതി ഹോമം, 8-ന് പതാക ഉയർത്തൽ, 8:15-ന് ഗോപനിലയം ചെല്ലപ്പന്റെ ഗുരുദേവ കൃതികളുടെ പാരായണം, 9:30-ന് ഉച്ചപൂജ, വൈകിട്ട് 5:30-ന് നട തുറപ്പ്, 7-ന് ദീപാരാധന, പ്രസാദശുദ്ധി, സോപാന സംഗീതം, 7:15-ന് കീഴൂർ പ്ലാവൻചോട് ശാസ്താക്ഷേത്ര മൈതാനത്ത് നിന്നും താലപ്പൊലി വരവ്, 7:30-ന് അത്താഴപൂജ, തുടർന്ന് ജഗദംബിക നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ, 9-ന് പ്രസാദ കഞ്ഞി എന്നീ ചടങ്ങുകൾ നടക്കുമെന്ന് പ്രസിഡന്റ് MP ഭാസി മടത്തിപ്പറമ്പിൽ, സെക്രട്ടറി PK മോഹൻദാസ് പുത്തൻപുരയിൽ, KT മിനിലാൽ, MR രജീഷ് മലയിൽ, ഷിജു കരുണാകരൻ, രാജു മടക്കത്തടം എന്നിവർ പറഞ്ഞു. ഞാൻ 1659 നമ്പർ കീഴൂർ SNDP ശാഖയുടെ പ്രസിഡന്റ് ശ്രീ ഭാസി മടത്തിപ്പറമ്പിലാണ്. നമ്മുടെ ഈ വർഷത്തെ മൂന്നാമത് പ്രതിഷ്ഠാ മഹോത്സവം വളരെ ഭംഗിയാക്കി നടത്തുന്നതിന് വേണ്ടി കമ്മിറ്റി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നാളെ രാവിലെ 8 മണിക്ക് ശാഖയുടെ ഉത്സവത്തിൻ്റെ പതാക ഉയർത്തുകയാണ്. അതിനുശേഷം ചെല്ലപ്പൻ ഗോപനിലയം അവരുടെ ഗുരുദേവ ഭാഗവതം ഉണ്ടായിരിക്കും. ഉച്ചപൂജ അത് കഴിഞ്ഞ് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പ് കീഴൂർ ഭഗവതി ശാസ്താ ക്ഷേത്രത്തെ മൈതാനത്തിൽ നിന്നും നമ്മുടെ അയ്യപ്പ ക്ഷേത്ര മൈതാനത്തിൽ നിന്ന് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഒരു താലപ്പൊലി, ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഗംഭീരമായി താലപ്പൊലി നടത്തുന്നതാണ്. തുടർന്ന് കുന്നപ്പള്ളി ജഗദംബിക നൃത്ത വിദ്യാലയത്തിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന നൃത്തം ഉണ്ടായിരിക്കുന്നതായിരിക്കും. രണ്ടാം ദിവസമായി രാവിലെ ബ്രഹ്മകലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, പ്രസാദ ശുദ്ധിക്രിയകൾ പൂത്തോട്ട ലാലൻ തന്ത്രിയുടെ നേതൃത്വത്തിലും വൈക്കം വിനീഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സജ്ജീകരണങ്ങളും ഈ കമ്മിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാം ദിവസം ദീപാരാധനയ്ക്ക് ശേഷം നമ്മുടെ ശാഖ അംഗങ്ങളിലുള്ള കുട്ടികളുടെ തിരുവാതിര കളി വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അവർ ഭംഗിയായി കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മഹാപ്രസാദം കൂട്ടും ഉച്ചയ്ക്കുണ്ടായിരിക്കുന്നതായിരിക്കും. i4u ന്യൂസ് വൈക്കം.